പാലക്കാട് പട്ടാമ്പിയിൽ അതിർത്തി തർക്കത്തിനിടെ അച്ഛനും മകനും വെട്ടേറ്റു. പരിക്കേറ്റത് കൊപ്പം മണ്ണേങ്കാട് സ്വദേശി ചാമി, മകൻ വൈശാഖ് എന്നിവർക്കാണ്. വെട്ടിയത് അയൽവാസിയും ബന്ധുവുമായ വിനോദാണ്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി പാലക്കാട് നിന്ന് ചേരുന്നു. പ്രസാദ്, ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട്? പരിക്ക് ഗുരുതരമാണോ? ഒപ്പം ഈ വെട്ടിയ വിനോദിനെ പിടികൂടിയിട്ടുണ്ടോ പോലീസ്? ലക്ഷ്മി, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പട്ടാമ്പിക്ക് സമീപം കൊപ്പത്ത് മണ്ണേങ്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കുടുംബങ്ങൾ താമസിക്കുന്നതാണ്. രണ്ടുപേരും അയൽവാസികളും ബന്ധുക്കളുമാണ്. ഇവർ തമ്മിൽ അതിർത്തി തർക്കമുണ്ടായിരുന്നു. അതിർത്തി തർക്കം നിലനിൽക്കുന്ന സ്ഥലത്ത് മതിൽ കെട്ടാൻ ഇന്ന് രാവിലെ മതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നതിനിടെയാണ് ചാമിയെയും മകൻ വൈശാഖിനെയും ബന്ധുവായ വിനോദ് വെട്ടുന്നത്. ഇരുവരുടെയും പരിക്ക് അതീവ ഗുരുതരമല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എങ്കിലും പരിക്കുകളുമായി ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിനോദിനെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്.